വെൽക്കം ബാക്ക് അഗൈൻ. അങ്ങനെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഒരു പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് സൗദിയിലോട്ട് പോകാമെന്നുള്ളത്. അങ്ങനെ ആ ദിവസം വന്നെത്തി. അങ്ങനെ എൻ്റെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ എന്നെ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്യാൻ വന്നു. പിന്നെ ഫാമിലി എല്ലാവർക്കും ഭയങ്കര സങ്കടമാണ്. ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഞാനിങ്ങനെ വിട്ടു പോകുന്നുണ്ട്. അതങ്ങനെയാണല്ലോ, നമ്മൾ ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ മാറ്റി വെക്കേണ്ടി വരും, സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. അങ്ങനെ നമ്മൾ ഉറച്ച തീരുമാനം എടുത്തിട്ട് എല്ലാവരെയും സങ്കടവും ആശീർവാദമൊക്കെ നേടി ഞാൻ ബോർഡിംഗ് പാസ് കിട്ടി, ഫ്ലൈറ്റിലെത്തി. തിരിച്ച് അവിടെ സൗദി എയർപോർട്ടിലെത്തി. എന്നെ കൂട്ടാൻ വേണ്ടി നമ്മളെ പഴയ എംപയറിൻ്റെ പഴയ സാരഥികളായിട്ടുള്ള സൽമാനും അൻഷിഫും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവരെന്നെ അടുത്ത് ഞങ്ങളവിടെ കുറച്ച് നേരം റൂമിൽ പോയി ലഗേജൊക്കെ വെച്ച് ഫുഡ് കഴിക്കാൻ പോയി. നമ്മൾ ഫസ്റ്റ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണല്ലോ, അവിടെ എത്തി അവിടെ ഫസ്റ്റ് ഫുഡ് കഴിച്ചു. ചൂടെന്നൊക്കെ പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത ചൂടാണ് അവിടെ. നമ്മൾ ഫസ്റ്റ് നാട്ടിൽ നിന്ന് നല്ല മഴയിൽ നിന്ന് വന്നതല്ലേ, വണ്ടിയിലൊക്കെ കയറിയിരിക്കുമ്പോൾ നമ്മൾ ശരിക്കും ബുദ്ധിമുട്ടുന്ന ചൂടാണ്. അങ്ങനെ എവിടെ ചെന്നാലും നമ്മുടെ വണ്ടി അവിടെ ഉണ്ട്. ഞാൻ നാട്ടിൽ നിന്ന് ഏറ്റവും മിസ് ചെയ്യുമെന്ന് കരുതിയതാണ്. ഇവിടെ ഒരുപാട് ഉണ്ടായതുകൊണ്ട് ആ സങ്കടം എനിക്കില്ല. അങ്ങനെ മെട്രോയിൽ കയറി നമ്മൾ റിയാദ് സിറ്റിയൊക്കെ കാണാൻ വേണ്ടി പോയി. വന്ന ദിവസമല്ലേ, ഫസ്റ്റ് തന്നെ മൂഡ് ഓഫ് ആയിരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് റിയാദിൽ പോയി. അവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻസ്, മെട്രോ, ബസ്സൊക്കെ എക്സ്പ്ലോർ ചെയ്തു. അങ്ങനെ തിരിച്ച് വൈകുന്നേരം വീണ്ടും റൂമിൻ്റെ അവിടെ എത്തി. ഒരുപാട് നമ്മുടെ അടുത്തുള്ള ഒരുപാട് ആളുകളുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ എല്ലാവരെയും പോയി വിസിറ്റ് ചെയ്ത് അവിടുന്ന് രാത്രിയോടടുത്ത് തിരിച്ച് വന്നു. ഇത് റൂമിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ളൊരു പാർക്കാണ്. അപ്പോൾ അവിടെ പോയി കുറച്ച് നേരം സംസാരിച്ച്, നമ്മൾ നാട്ടിലിരിക്കുന്നത് പോലെ ഞങ്ങൾ മൂന്നാളും ഒരുപാട് നേരം സംസാരിച്ചിരുന്നു. രാത്രി ഭക്ഷണത്തിലുള്ള സാധനങ്ങൾ വാങ്ങിച്ച് ഭക്ഷണം കഴിച്ച് വന്ന് കടന്നുറങ്ങി. നമ്മുടെ സൗദിയിലെ നമ്മുടെ വർക്കുകൾ എന്താണ്, എന്തെല്ലാം പ്രൊജക്റ്റാണെന്നൊക്കെ അടുത്ത വീഡിയോയിൽ വരുന്നതാണ്. സ്റ്റേ ട്യൂൺ. താങ്ക്സ് ഫോർ വാച്ചിങ്.